ഹലോ ഓൾ PSC ടേണിംഗ് പോയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് നോക്കുന്നത്. എല്ലാവർക്കും വിവിധ PSC പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കർപ്പൂരി താക്കൂർ. 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് കർപ്പൂരി താക്കൂറിനാണ്. അപ്പോൾ 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് കർപ്പൂരി താക്കൂർ. കർപ്പൂരി താക്കൂറിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ജനനായകൻ എന്നറിയപ്പെടുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. അപ്പോൾ ജനനായകൻ എന്നറിയപ്പെടുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ശുപാർശ ചെയ്യുന്ന മുംഗേരി ലാൽ കമ്മീഷൻ ശുപാർശ ഇദ്ദേഹത്തിൻ്റെ സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം ശുപാർശ ചെയ്ത മുംഗേരി ലാൽ കമ്മീഷൻ ശുപാർശ ഇദ്ദേഹത്തിൻ്റെ സർക്കാർ നടപ്പിലാക്കിയിരുന്നു. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. അപ്പോൾ 2024 ഭാരതരത്ന ലഭിച്ചത് കർപ്പൂരി താക്കൂറിനാണ്. ജനനായകൻ എന്നറിയപ്പെടുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ശുപാർശ ചെയ്യുന്ന മുംഗേരി ലാൽ കമ്മീഷൻ്റെ ശുപാർശ ഇദ്ദേഹത്തിൻ്റെ സർക്കാർ നടപ്പിലാക്കിയിരുന്നു. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. കർപ്പൂരി താക്കൂറിൻ്റെ 100ാം ജന്മവാർഷികത്തിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാമറൂൺ. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ്. കൂടുതൽ പോയിന്റ്സ് നോക്കാം. 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച 3ാമത്തെ ആഫ്രിക്കൻ രാജ്യമാണ് കാബോ വെർഡെ. കാബോ വെർഡെ എന്നത് 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച 3ാമത്തെ ആഫ്രിക്കൻ രാജ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷിവർ. ഹെവി ഷിവർ എന്നത് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ്. ലോകത്തെ ആദ്യ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇക്സ്റ്റിക്. അപ്പോൾ ഇക്സ്റ്റിക് എന്നത് ലോകത്തെ ആദ്യ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ്. ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ ആണ്. 2024 ജനുവരിയിൽ മലേറിയ മുക്ത രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച 3ാമത്തെ ആഫ്രിക്കൻ രാജ്യം കാബോ വെർഡെ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിനാണ് ഹെവി ഷിവർ. ലോകത്തെ ആദ്യ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ് ഇക്സ്റ്റിക്. അപ്പോൾ ഇക്സ്റ്റിക് ലോകത്തെ ആദ്യ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. നിലവിലെ അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ ഇന്ത്യയാണ്. ഇന്ത്യയാണ് നിലവിലെ അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ. അടുത്ത പോയിന്റ് നോക്കാം. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. നിലവിൽ ഇന്ത്യയുടെ അണ്ടർ 19 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉദയ് സഹാറനാണ്. നിലവിലെ ഇന്ത്യയുടെ അണ്ടർ 19 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഉദയ് സഹാറൻ. ഒന്നുകൂടെ പോയിന്റ്സ് ഒക്കെ നോക്കാം. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. നിലവിലെ അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യൻ ഇന്ത്യയാണ്. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ കൂടുതൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയുടെ അണ്ടർ 19 ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ഉദയ് സഹാറൻ. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ യുവജന ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജനുവരി 12. ജനുവരി 12-നാണ് ദേശീയ യുവജന ദിനം ആചരിക്കുന്നത്. ദേശീയ യുവജന ദിനം
ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ 161 ജന്മദിനമാണ് 2024 ജനുവരി 12 ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെ 161 ജന്മദിനമാണ് 2024 ജനുവരി 12 ആചരിക്കുന്നത്. ദേശീയ യുവജന ദിനം ജനുവരി 12 ജനുവരി 12, 2024 സ്വാമി വിവേകാനന്ദൻ്റെ 161 ജന്മദിനമായിരുന്നു. അടുത്ത പോയിന്റ്, 2024 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ വേദി നാസിക്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ നാസിക് ആയിരുന്നു 2024 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി. 2023 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി കർണാടകയിലെ ദർവാർ ആയിരുന്നു. 2023 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി. 2022 25ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി പുതുച്ചേരി ആയിരുന്നു. 2024 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി മഹാരാഷ്ട്രയിലെ നാസിക് ആയിരുന്നു. 2023 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി കർണാടകയിലെ ദർവാർ ആയിരുന്നു. 2022 25ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി പുതുച്ചേരി ആയിരുന്നു. രാജ്യാന്തര യുവജന ദിനം ഓഗസ്റ്റ് 12 ആചരിക്കുന്നത്. രാജ്യാന്തര യുവജന ദിനം ഓഗസ്റ്റ് 12. അപ്പോൾ ഓഗസ്റ്റ് 12 രാജ്യാന്തര യുവജന ദിനം. ദേശീയ യുവജന ദിനം ആചരിക്കുന്നത് ജനുവരി 12. ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദൻ്റെ 161 ജന്മദിനമാണ് 2024 ജനുവരി 12 ആചരിക്കുന്നത്. 2024 27ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി മഹാരാഷ്ട്രയിലെ നാസിക് ആയിരുന്നു. 2023 26ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി കർണാടകയിലെ ദർവാർ ആയിരുന്നു. 2022 25ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദി പുതുച്ചേരി ആയിരുന്നു. അതുപോലെ രാജ്യാന്തര യുവജന ദിനം ഓഗസ്റ്റ് 12. അടുത്ത ചോദ്യം നോക്കാം. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഷീല ടോമി. ഷീല ടോമി രചിച്ച നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ് ഷീല ടോമി. പുള്ളിയൻ എന്ന നോവൽ എഴുതിയത് സോമൻ കടലൂർ. സോമൻ കടലൂർ എഴുതിയ ഒരു നോവലാണ് പുള്ളിയൻ. പുള്ളിയൻ എഴുതിയത് സോമൻ കടലൂർ. മുദ്രിത എന്ന നോവലിൻ്റെ രചയിതാവ് ജിസ ജോസ്. ജിസ ജോസ് എഴുതിയ നോവലാണ് മുദ്രിത. മുദ്രിത എന്ന നോവലിൻ്റെ രചയിതാവ് ജിസ ജോസ്. ഇന്ത്യൻ വംശജയായ ഇംഗ്ലീഷ് എഴുത്തുകാരി ചേതന മറുവിൻ്റെ ആദ്യ നോവലാണ് വെസ്റ്റേൺ ലൈൻ. വെസ്റ്റേൺ ലൈൻ എന്നത് ഇന്ത്യൻ വംശജയായ ഇംഗ്ലീഷ് എഴുത്തുകാരി ചേതന മറുവിൻ്റെ ആദ്യത്തെ നോവലാണ്. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ.ആർ. മീരയുടെ നോവലാണ് ഘാതകൻ. ജെ. ദേവികയാണ് ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ.ആർ. മീരയുടെ ഘാതകൻ എന്ന നോവലാണ്. അപ്പോൾ കെ.ആർ. മീരയുടെ ഘാതകൻ എന്ന നോവലാണ് ഇംഗ്ലീഷിലേക്ക് അസാസിൻ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ജെ. ദേവികയാണ്. ആൻറ്റി ക്ലോക്ക് എന്ന നോവൽ രചിച്ചത് വി.ജെ. ജെയിംസ്. അപ്പോൾ വി.ജെ. ജെയിംസ് രചിച്ച നോവലാണ് ആൻറ്റി ക്ലോക്ക്. പോയിൻറ്റ്സ് ഒന്നുകൂടെ നോക്കാം. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ഷീല ടോമി. പുളിയൻ എന്ന നോവൽ രചിച്ചത് സോമൻ കടലൂർ. മുദ്രിത എന്ന നോവൽ രചിച്ചത് ജിസ ജോസ്. ഇന്ത്യൻ വംശജയായ ഇംഗ്ലീഷ് എഴുത്തുകാരി ചേതന മറുവിൻ്റെ ആദ്യ നോവലാണ് വെസ്റ്റേൺ ലൈൻ. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കെ.ആർ. മീരയുടെ നോവലാണ് ഘാതകൻ. ജെ. ദേവികയാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നിർവഹിച്ചത്. ആൻറ്റി ക്ലോക്ക് എന്ന നോവൽ രചിച്ചത് വി.ജെ. ജെയിംസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഈയിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകയുമായിരുന്ന വ്യക്തിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് കെ.ബി. ശ്രീദേവി. കെ.ബി. ശ്രീദേവിയാണ് ഈയിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകയുമായിരുന്ന വ്യക്തി. പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകയുമായിരുന്ന വ്യക്തിയാണ് കെ.ബി. ശ്രീദേവി. ഈയിടയ്ക്ക് അന്തരിച്ചു. കൂടുതൽ പോയിന്റ്സ് നോക്കാം. കെ.ബി. ശ്രീദേവിയുടെ ആദ്യ കൃതിയാണ് യുഗാന്തരങ്ങൾ. യുഗാന്തരങ്ങൾ ആണ് കെ.ബി. ശ്രീദേവിയുടെ ആദ്യ കൃതി. മനുഷ്യനുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭ്രഷ്ടും ചെറുപ്രായത്തിലുള്ള വൈധവ്യവുമെല്ലാം തുറന്നു കാട്ടുന്ന ശ്രീദേവിയുടെ കൃതിയാണ് യജ്ഞം. മനുഷ്യനുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭ്രഷ്ടും ചെറുപ്രായത്തിലുള്ള വൈധവ്യവുമെല്ലാം തുറന്നു കാട്ടുന്ന ശ്രീദേവിയുടെ കൃതിയാണ് യജ്ഞം. യജ്ഞം എന്ന നോവലിന് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യജ്ഞം എന്ന് പറയുന്ന നോവലിന് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കെ.ബി. ശ്രീദേവിയുടെ ആദ്യ കൃതി യുഗാന്തരങ്ങൾ.
മനുഷ്യനുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭ്രഷ്ടും ചെറുപ്രായത്തിലുള്ള വൈധവ്യവുമെല്ലാം തുറന്നുകാട്ടുന്ന ശ്രീദേവിയുടെ കൃതിയാണ് യജ്ഞം. യജ്ഞം എന്ന നോവലിന് കുങ്കുമം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൃത്രിം. കൃത്രിമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിമാണ്. കൃത്രിം വികസിപ്പിച്ചത് ഇലക്ട്രിക് വാഹന കമ്പനിയായ ഒലായാണ് കൃത്രിം വികസിപ്പിച്ചത്. കൃത്രിമിന് ഇംഗ്ലീഷിന് പുറമെ 22 ഇന്ത്യൻ ഭാഷകളും മനസ്സിലാകും. അപ്പോൾ കൃത്രിം വികസിപ്പിച്ചത് ഇലക്ട്രിക് വാഹന കമ്പനിയായ ഒലയാണ്. കൃത്രിമിന് ഇംഗ്ലീഷിന് പുറമെ 22 ഇന്ത്യൻ ഭാഷകളും മനസ്സിലാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ ആശയവിനിമയത്തിലും ഉള്ളടക്ക രചനയിലും വിപ്ലവം സൃഷ്ടിച്ച ചാറ്റ് ബോട്ട് പ്രോഗ്രാം ആയ ChatGPTക്ക് ബദലായി ഇന്ത്യൻ ചാറ്റ് ബോട്ടാണ് കൃത്രിം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ ആശയവിനിമയത്തിലും ഉള്ളടക്ക രചനയിലും വിപ്ലവം സൃഷ്ടിച്ച ചാറ്റ് ബോട്ട് പ്രോഗ്രാം ആയ ChatGPTക്ക് ബദലായിട്ടാണ് ഇന്ത്യൻ ചാറ്റ് ബോട്ട് കൃത്രിം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. കൃത്രിം വികസിപ്പിച്ചത് ഇലക്ട്രിക് വാഹന കമ്പനിയായ ഒലായാണ്. കൃത്രിമിന് ഇംഗ്ലീഷിന് പുറമെ 22 ഇന്ത്യൻ ഭാഷകളും മനസ്സിലാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വിവിധ ഭാഷകളിൽ ആശയവിനിമയത്തിലും ഉള്ളടക്ക രചനയിലും വിപ്ലവം സൃഷ്ടിച്ച ചാറ്റ് ബോട്ട് പ്രോഗ്രാമായ ChatGPTക്ക് ബദലായ ഇന്ത്യൻ ചാറ്റ് ബോട്ടാണ് കൃത്രിം. അപ്പോൾ ChatGPTക്ക് ബദലായിട്ടുള്ള ഇന്ത്യൻ ചാറ്റ് ബോട്ടാണ് കൃത്രിം. അടുത്ത ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച് ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ് നേപ്പാൾ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച് ദീർഘകാല കരാറിൽ ഒപ്പിട്ടത് നേപ്പാളാണ്. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് 10,000 മെഗാവാട്ട് വൈദ്യുതി കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കരാർ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച് ദീർഘകാല കരാർ ഒപ്പിട്ട രാജ്യം നേപ്പാളാണ്. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് 10,000 മെഗാവാട്ട് വൈദ്യുതി കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കരാർ. ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രിയാണ് പുഷ്പ കമൽ ദഹാൽ പ്രചണ്ഡ. പുഷ്പ കമൽ ദഹാൽ പ്രചണ്ഡയാണ് ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രി. നിലവിലെ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലാണ് നിലവിലെ നേപ്പാൾ പ്രസിഡന്റ്. കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെയും നേപ്പാൾ ഊർജ്ജ ജലവിഭവ മന്ത്രി ശക്തി ബഹാദൂർ ബാസ്റ്റിനെറ്റിൻ്റെയും സാന്നിധ്യത്തിലാണ്. കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെയും നേപ്പാൾ ഊർജ്ജ ജലവിഭവ മന്ത്രി ശക്തി ബഹാദൂർ ബാസ്റ്റിനെറ്റിൻ്റെയും സാന്നിധ്യത്തിലാണ്. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച് ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം നേപ്പാളാണ്. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് 10,000 മെഗാവാട്ട് വൈദ്യുതി കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കരാർ. ഇപ്പോൾ നേപ്പാളിലെ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹാൽ പ്രചണ്ഡയാണ്. നിലവിലെ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലാണ്. കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെയും നേപ്പാൾ ഊർജ്ജ ജലവിഭവ മന്ത്രി ശക്തി ബഹാദൂർ ബാസ്റ്റിനെറ്റിൻ്റെയും സാന്നിധ്യത്തിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജോസഫ് ലെവി വെൽസ് ആണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ. കുറച്ചുകൂടെ പോയിന്റ്സ് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തെ പറ്റിയുള്ള മൂവ് യുവർ ഷാഡോ എന്ന പുസ്തകത്തിന് 1986 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തെ പറ്റിയുള്ള മൂവ് യുവർ ഷാഡോ എന്ന പുസ്തകത്തിന് 1986 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1967-69 കാലഘട്ടത്തിൽ ടൈം മാഗസിനിൽ കമ്മ്യൂണിസം കേരള സ്റ്റൈൽ എന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. 1966-69 കാലഘട്ടത്തിൽ കമ്മ്യൂണിസം കേരള സ്റ്റൈൽ എന്ന ലേഖനം ടൈം മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് ഗ്രേറ്റ് സോൾ, മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ 2011, ഒമാഹ ബ്ലൂസ് എ മെമ്മറി ലൂപ്പ് എന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളാണ് ഗ്രേറ്റ് സോൾ, മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ, ഒമാഹ ബ്ലൂസ് എ മെമ്മറി ലൂപ്പ്. ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്തനായ അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ജോസഫ് ലെവി വെൽസ്. ദക്ഷിണാഫ്രിക്കയിലെ
വർണ്ണവിവേചനത്തെ പറ്റിയുള്ള മൂവ് യുവർ ഷാഡോ എന്ന പുസ്തകത്തിന് 1986 പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1967-69 കാലഘട്ടത്തിലെ ടൈം മാഗസിനിൽ കമ്മ്യൂണിസം കേരള സ്റ്റൈൽ എന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് ഗ്രേറ്റ് സോൾ, മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ, ഒമാഹ ബ്ലൂസ്, എ മെമ്മറി ലൂപ്പ് എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഉത്തരം ഓപ്ഷൻ എ ആണ് ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ്. വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ താരമാണ് ജുലൻ ഗോസ്വാമി. വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ താരം ജുലൻ ഗോസ്വാമി. ചക് ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരവും ജുലൻ ഗോസ്വാമിയാണ്. അപ്പോൾ ജുലൻ ഗോസ്വാമിയാണ് ചക് ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജാണ്. T20 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻ പ്രീത് കൗർ. T20 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഹർമൻ പ്രീത് കൗറാണ്. ഒന്നുകൂടെ നോക്കാം. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ്. വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ താരം ജുലൻ ഗോസ്വാമി. ചക് ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ജുലൻ ഗോസ്വാമിയാണ്. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജാണ്. 2020 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഹർമൻ പ്രീത് കൗറാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.